ഇതിപ്പോൾ നമ്മളെ പൂപ്പൊലിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത് മൂപ്പൻസ് മെഡിക്കൽ കോളേജിലത്തെ കുട്ടികളതാണിത്. കണ്ടില്ലേ നമ്മളെ കൈയിൻ്റെ അവയവങ്ങളൊക്കെയാണിത്. എന്താണെന്നറിയോ കാണാനും കൊണ്ട് നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങളെ നമ്മളിങ്ങനെ ഇതിലിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഭയങ്കര ഒരു ഇത് തോന്നും കേട്ടോ. അപ്പം ഇതൊക്കെ ഒന്ന് കാണുന്നത് നല്ല. നമ്മളിപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതിപ്പോൾ എവിടെയും പോയി നമ്മൾ കാണാൻ പറ്റൂല. അപ്പം ഇങ്ങനെയൊക്കെ നമ്മളെല്ലാം കാണുള്ളൂ. അപ്പം ഇങ്ങനെ എക്സിബിഷനോ അങ്ങനെ പിന്നെ ഫ്ലവേഴ്സോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാണലുണ്ട് കേട്ടോ. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങളിതുപോലൊക്കെ എത്ര ആൾക്കാർ കാണാൻ ഇഷ്ടമുള്ളവരുണ്ട്? ഇതൊക്കെ നമ്മളെ അവയവങ്ങളാണിത് എല്ലാം. ഇതിപ്പോൾ കാണുന്നവരും കണ്ടവരൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളിപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു രസമല്ലേ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ വെച്ചിട്ട് ഇട്ടതാണ് ഞാൻ. നമ്മൾ കാണുന്നത് നമ്മൾ തീരിടുക അത്രേ ഉള്ളൂ. ഇത് നമ്മളെ വൻകുടലാണ് കേട്ടോ. ഇതൊക്കെ നമ്മളെ വയറ്റിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളല്ലേ ഇതൊക്കെ അല്ലേ. ഇതിപ്പോൾ കുറച്ച് ഭാഗങ്ങളല്ലേ ഇപ്പം നമ്മളീ കാണുന്നുള്ളൂ. ശരിക്കും നമ്മളെ അവയവങ്ങളെ ഉള്ളിലുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താവും? നമ്മളെ തലച്ചോറാണിത്. ഇതൊക്കെ ഓരോ അവയവം അതിൻ്റെ പാതി പാതി ഉള്ളത്. പിന്നെ അതുപോലെ ക്യാൻസർ പിടിപെട്ടത്, അങ്ങനെ രോഗങ്ങൾ ബാധിച്ച അവയവങ്ങൾ ഇതൊക്കെയാണ് ഇതിലുള്ളത്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്നിട്ടാ. അന്നൊക്കെ ഞങ്ങൾ വന്നപ്പോൾ ഒരാളത്തേനുണ്ടായിരുന്നു ഇങ്ങനെ പൊളിച്ച് വെച്ചിരുന്നു. ഒരു മനുഷ്യനിങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങൾ മൊത്തം പുറത്തിങ്ങനെ കാട്ടിയിട്ട് വെച്ചിരുന്നു. ഇപ്രാവശ്യം അതൊന്നുമില്ല കേട്ടാ. പിന്നെ ഇത് നമുക്ക് സൂം ചെയ്ത് കണ്ട് കുറേ നേരം എടുക്കാൻ പറ്റണില്ല. എന്താ വെച്ചാൽ അത്ര തിരക്കാണ്. അപ്പം നമ്മളിതിങ്ങനെ നോക്കി വീഡിയോ എടുക്കുമ്പോഴത്തേനും ഓലിങ്ങനെ പോകാൻ പറഞ്ഞുകൊണ്ട് നിൽക്കല്ലേ. അപ്പം നമുക്കിങ്ങനെ നിന്ന് എടുക്കാനും എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ പറയാനൊന്നും നമുക്ക് സമയം കിട്ടൂല. ഇതാ നമ്മളെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ നമ്മളെ കുട്ടികളാണത് കേട്ടാ. കണ്ടില്ലേ, വളർച്ച എത്താത്ത കുട്ടികളെ അവയവങ്ങളാണ് ഇതൊക്കെ. ശരിക്കും നാച്ചുറലായിട്ടുള്ളതാണ് കേട്ടോ. അല്ലാതെ ഇപ്പം നമ്മളൊരു ബൊമ്മ കൊടുന്ന് വെച്ചതൊന്നും അല്ലല്ലോ ഇപ്പോൾ ഇത് ഇരട്ട കുട്ടികൾ. ഇതാ വളർച്ച എത്തിയ ഒരു കുട്ടിയാണിത്. ഇതല്ലേ ഇതാ ഒരു രസമല്ലേ കാണാൻ ശരിക്കുള്ളത്. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ഇതാ പുറത്തേക്ക് ഇറങ്ങി. ഇതിൻ്റെ ഉള്ളിൽ നിറയെ ഗാർഡനാട്ടാ. ഫുള്ളും ചെടികളുണ്ട്. നമ്മളെ തെയ്യാൾ, ഫ്രൂട്ട്സിൻ്റെ തെയ്യാൾ, എല്ലാ തെയ്യാളും ഉണ്ട്. ഒന്നും വാങ്ങണില്ല, വാങ്ങിയിട്ട് കാര്യമില്ല. ഇതിങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ കൊണ്ടോണ്ട് നടക്കണോടോ. തിരിച്ചു വരുമ്പോൾ നമ്മൾ നേരത്തെ ഇങ്ങോട്ട് തിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കാണ്ട് വരുമ്പോൾ വാങ്ങിയിട്ട് കൊണ്ടുവരാം. ഇതിനിപ്പോൾ അത്രയും ബാക്കി കെടുക്കുന്നുണ്ട് കാണാനും ഒക്കെ. അപ്പം ഇനിയിപ്പോൾ നമ്മൾ കണ്ടത് ഇനിയിപ്പോൾ നിങ്ങളും കൂടെ ഒന്നുകൊണ്ട് കണ്ടു നോക്കി. കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുന്നുണ്ട്. ഐഷുതാ ഒരു കോയിനും പിടിച്ചുകൊണ്ട് ചേമ്പ് ചില്ലി, ചേമ്പ് പുതിന, ഇതൊക്കെ ഇപ്പം ചേമ്പുകളാണ്. ഇത് നമ്മളെ പഴയ കാലത്തെ എന്താ പറയുക മുട്ടായി ഇല്ലേ, നമ്മളെ കർച്ചാപ്പറച്ചി മുട്ടായി, കോട്ടി മുട്ടായി, എല്ലാവിധ നമ്മളെ പഴയ കാലമുള്ള മുട്ടായികൾ മൊത്തം ഉണ്ട് തീരുട്ടാ. മണിമുട്ടായി, ഇതാ പമ്പരമുട്ടായി. ഇപ്പോഴത്തെ കാലം കുട്ടികൾക്ക് ഈ മുട്ടായി എന്താണെന്നൊന്നും അറിയില്ല. നമ്മളെ കാലത്തൊക്കെ ഈ മുട്ടായി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒക്കെ 20 രൂപയാണ് ഏതെടുത്താലും. പക്ഷെ എല്ലാ സംഭവവും നല്ല വിലക്കമ്മി കേട്ടാ. പേനകളാണിത്, മൊത്തം പേനകളാണ്. കുട്ടികൾക്കൊക്കെ എഴുതാൻ പറ്റിയ പേനകൾ. കാണാനും നല്ല ചുരുക്കുണ്ട്.
ഇതിൻ്റെ ഉള്ളിലൊക്കെ ബെഡ്ഷീറ്റുകൾ. ഇത് പനഞ്ചക്കരയാണ് കേട്ടോ, നല്ല നമ്മൾ ചുക്ക് കാപ്പി വെക്കണ ചക്കരയാണ്. ഇതൊക്കെ ഏതെടുത്താലും 20 രൂപ. ചട്ടികളൊക്കെ എന്ത് രസമാണ്. എല്ലാ സാധനവും 20 രൂപ. ചെറുതൊന്നും തൊട്ട് വലുത് വരെ 20 രൂപ. നല്ലൊരു പഡിസേഞ്ച് ആയിട്ടാണ് വന്നാൽ മതി കേട്ടോ. നല്ല സാധനങ്ങൾ നമുക്ക് വാങ്ങിയിട്ടാണ് കൊണ്ടുപോവുക. പുതിയതായിട്ട് വീട് വെച്ചവർക്കൊക്കെ നല്ല സുഖമാണ്. നല്ല സാധനം വാങ്ങിക്കൊണ്ടാകുക. എല്ലാ ഐറ്റം സാധനങ്ങളും ഉണ്ട് കേട്ടോ. കാണാനും നല്ല രസം. നമ്മൾ വാങ്ങിയില്ലെങ്കിലൊക്കെ ഒന്ന് കാണുക ഇറങ്ങാണ്ട് അങ്ങനെ കാണുകയേ. ഇതൊക്കെ ലെഗിൻസിൻ്റെ സെക്ഷന് 100 രൂപയാണ് ഇതിനൊക്കെ. ഐഷുവിന് ഒരു കണ്ണാട വാങ്ങി കൊടുത്തതാണ്. ഓളത് കണ്ണാടി വെച്ച് കണ്ട് എന്താന്ന് എളിയേട്ടന്. എന്തിയില്ലേ ഇതൊക്കെ പഴയകാല കുടിയില് അതിൻ്റെ ഓരോരോ ഇതാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ എല്ലാ ഐറ്റം നെല്ലുകളും അരികളും ഒക്കെ ഉണ്ട്. ഇവർ ഇത് വന്നിട്ട് യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട്. ആദിവാസികളെ വലിയ മുടി, അയാൾക്കും മുടിയുണ്ട്, ആ പെണ്ണൊറ്റിക്കും നല്ല മുടിയാണ് കേട്ടോ. 1500 രൂപയാണ് 500-ന്. ഇതിപ്പോൾ ഞാനിപ്പുറത്ത് വന്നപ്പോൾ നമ്മൾ പച്ചക്കറിക്ക് അടിക്കണ മരുന്നുകൾ ചെടികൾക്ക് കൊടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നോക്കി. അപ്പത്തിന് ഇതാ വരെ നീലഗിരി കോളേജിൻ്റെ ഒരു ഷാൾ ഇട്ടതാണിത്. ഓരോ കമ്പ്യൂട്ടർ മനുഷ്യനാണിത്. അത് നമ്മൾ പറയണതിനനുസരിച്ച് നമുക്ക് ഷേക്ക് എന്നിട്ടും വർത്താനം തിരിച്ച് പറഞ്ഞിട്ടൊക്കെ നിൽക്കണം. എന്താ ഒരു ചൊറുക്ക് കാണാനും അറിയാം. എനിക്കിങ്ങനെ പെറ്റ്സുകളും അനിമൽസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓരോ ഭാഗത്തേക്ക് വരുമ്പോൾ ഓരോ ഐറ്റങ്ങളാണ് കേട്ടോ. ഇതുണ്ടീല്ലേ ഒക്കെ അച്ചാറുകളൊക്കെയാണ്. ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞ പോലെ ഓരോ ഭാഗത്തേക്ക് വരുമ്പോൾ ഓരോ ഐറ്റങ്ങൾ. ഇപ്പം ആദിവാസികളെ ഒരു മലൻ്റെ മുകളിൽ കുടിയിൽ കണ്ടില്ലേ. പുറത്തേക്ക് ഇറങ്ങിയപ്പോത്തിന് ഇപ്പം അതാ ഇരുട്ടയക്കണേ. ആദ്യമൊക്കെ പുറത്ത് കുറേ തിന്നാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം അതൊക്കെ വന്നിട്ട് ഒരു സെക്ഷന് തനിച്ചാക്കി വെച്ചേക്കാണ്. താഴത്തേക്ക് കിട്ടും ഫുഡിൻ്റെ ഐറ്റങ്ങളൊക്കെ. ഇതൊക്കെ കുട്ടികൾ കളിക്കുന്ന സാധനങ്ങളും അതും ഇതൊക്കെ. ഇതിലൊന്നും വരികയില്ല. ഇതാ ഏന്തൂർഞ്ഞാലിൽ ഒരു 3 കയറിയതാണ്. കുട്ടികൾക്ക് കളിക്കാനും വലിയവർക്ക് ഇരിക്കാനും ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു 3 കയറിയതാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടാസ്വദിക്കാൻ ക്ഷണിക്കുകയാണ് ഞങ്ങൾ നിങ്ങളെ. വിളിക്കുകയാണ് ടിക്കറ്റ് കൗണ്ടറിലാക്ക. അവസരങ്ങളാ നമ്മളെ നാട്ടിലെ പരിപാടി നമ്മളെല്ലാം ഉഷാറാക്കും. ഇവിടെ മാറി നിങ്ങളവിടെ നിൽക്കില്ലേ?
ഇതൊക്കെയാണ് ഫുഡ് കോർട്ട്. ഈ ഭാഗത്ത് കിട്ടാൻ മുളക് ബജ്ജിയും കാലിഫ്ലവർ ബജ്ജി ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പാനിപൂരി നമ്മൾ കുറച്ച് കാലിഫ്ലവർ വാങ്ങി, ഇതാ പാനിപൂരി വാങ്ങി. 6 എണ്ണം 60 റുപ്യ. എന്താ ഡബിൾ വിലയാണ് ഇതിൻ്റെ ഉള്ളിൽ. അത് രസം തിന്ന് പറഞ്ഞിട്ടൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കിയതാണ്. അത്ര ഒരു ഇതൊന്നുമില്ല. കുറേ സംഭവങ്ങൾ ഉള്ളിലുണ്ട് കേട്ടോ തിന്നാനൊക്കെ. നമ്മളിപ്പോൾ അതൊന്നും നോക്കിയിട്ടില്ല. അപ്പം നമ്മളങ്ങനെ ഇങ്ങോട്ട് പുറത്ത് പോകുന്നത് കണ്ടില്ലേ, കിണറ്റിൽ നിന്ന് വെള്ളം പോണ പോലെ. അത് ഞാൻ പകലെടുത്ത ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ഇത് കണ്ടില്ല, ലൈറ്റ് സെറ്റിങ് കൊടുത്തൊക്കെ എന്താ ഒരു രസം കാണാനേ അറിയാം. 50 റുപ്യ കൊടുത്ത് ഉള്ളിലേക്ക് കയറിയാൽ എന്താണ് മുതലാണ് ഉള്ളിലേക്ക് കയറിയാൽ കേട്ടാ. അപ്പം എങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കാണ്ട് അവിടെ ചട്ടിക്കാരുണ്ടായിരുന്നു. കുറച്ച് മൺകുടുക്കിയും ചട്ടിയൊക്കെ വാങ്ങി ഭക്ഷണം കഴിച്ച് അങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ അതാ പുറപ്പെട്ട് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങളെ കുടുംബത്തിനും ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്നുകൊണ്ട് അയച്ചു കൊടുക്കേണ്ടി. കാണാത്തവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കണ്ടോട്ടെ. എല്ലാവർക്കും ഒരു രസമല്ലേ. അതിപ്പോൾ പോയി കാണാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.